എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഒരു അപ്പച്ചൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഒരു വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി അപ്പച്ച, സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് മോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെയ്യാം അപ്പച്ച എന്ന് പറഞ്ഞു. കാരണം അത് നമ്മൾക്കൊക്കെ അറിയാവുന്ന വിഷയം തന്നെയാണ് അപ്പച്ചൻ സംസാരിച്ചത്. ഇനി അതുകൂടാതെ അപ്പച്ചനെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാര്യവും കൂടിയാണ് എന്നോട് ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായത്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾക്കറിയാം ഇന്ന് വലിയ വലിയ സഭകളിലോട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഈ മീഡിയക്കാരെയും ക്യാമറക്കാരെ അല്ലെ മീഡിയക്കാരെ കാണുവാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ അതിനകത്ത് തന്നെയുള്ള മീഡിയ എന്ന് വെച്ചാൽ ഈ നമ്മളുടെ ഓരോ സംഭവങ്ങളും സഭയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങളും മുഴുവൻ ഒപ്പിയെടുക്കാൻ ക്യാമറ കണ്ണുകളുമായിട്ട് ചുറ്റും ഇങ്ങനെ നിരന്ന് കുറേ ക്യാമറാമാന്മാരെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ. അപ്പോൾ ക്യാമറാമാന്മാർ ഒരു ഭാഗത്തുനിന്നും അവിടുന്ന് ഇവിടുന്ന് ആ മൂലയ്ക്കുനിന്നും ഈ മൂലയ്ക്കുനിന്നും എല്ലാം വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് കാണാം ചില കൂട്ടർ അതിൻ്റെ TV സ്ക്രീനിൻ്റെ മുൻപിലിരുന്ന് അതിങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് TV-കളിൽ നമ്മളുടെ ഔട്ട്സൈഡ് ഓട്ട് നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് യൂട്യൂബ് അതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോട്ടോ അല്ലെങ്കിൽ സഭയ്ക്കകത്ത് തന്നെ അവർ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ടാകും. അതിനകത്തൂടെയൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് പ്രസംഗിക്കുന്ന ആളെ കാണിക്കും, പിന്നെ ഒന്ന് പാട്ടുകാരെ കാണിക്കും, പിന്നെ ഒന്ന് അവിടെ ഇരിക്കുന്ന ജനങ്ങളെയൊക്കെ ഒന്ന് കാണിക്കും. അവരുടെ റിയാക്ഷൻസ് ഒക്കെ കാണിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ. അപ്പോൾ ഓർക്കുക, ഇത് ഒരു മിനിസ്ട്രി തന്നെയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ഒരു മിനിസ്ട്രി എന്നതിന് അപ്പുറമായിട്ട് ചിലർ അതിനെ ഒരു അവരുടെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട്, അതായത് അവർക്ക് കിട്ടുന്ന ഒരു ദർശന സുഖത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്തിനേറെ പറയുന്നു, നമ്മളിപ്പോൾ ഇന്ന് യൂട്യൂബ് തുറന്ന് നോക്കി കഴിയുമ്പോൾ ചില കൺവെൻഷനുകളൊക്കെ നമ്മളൊന്ന് എടുത്തു നോക്കിക്കും. കൺവെൻഷൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തു നോക്കുമ്പോൾ ഈ ചിലരെ മാത്രം അങ്ങ് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അത് കൂടുതലായിട്ടും പാസ്റ്റർമാരെയോ അല്ലെങ്കിൽ ആണുങ്ങളുടെ സൈഡിലോട്ടും അല്ല, പെണ്ണുങ്ങളുടെ സൈഡിൽ ഇച്ചിരി മുഖശ്രീ ഉള്ളവരെയൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു പ്രാവശ്യമൊക്കെ സ്വാഭാവികം, എന്നാൽ ഒന്നിൽ കൂടുതൽ തവണ 2 പ്രാവശ്യവും 3 പ്രാവശ്യമൊക്കെ ഒരേ വ്യക്തിയെ തന്നെ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അത്ര വെടിപ്പല്ല എന്ന് നമ്മൾക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുതന്നെയായിരുന്നു അപ്പച്ചൻ എന്നോട് ഷെയർ ചെയ്യുവാനായിട്ടുണ്ടായ കാരണം. നമ്മൾക്കറിയാം, നമ്മൾ അറിയുന്നില്ലല്ലേ, നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്യാമറ ഇതിലേക്കൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ടെന്ന് നമ്മൾക്കറിഞ്ഞുകൂടാ. അത് എടുക്കുന്ന ആൾക്കേ അറിയത്തുള്ളൂ. പിന്നെ മറ്റൊരു കൂട്ടർക്കും അറിയാം. ആർക്കും അറിയാവുന്നത് ഈ TV സ്ക്രീനിൻ്റെ മുൻപിൽ ഇതിങ്ങനെ കൺട്രോൾ ചെയ്യാനിരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. ഇവർക്കും അറിയാം ഇത് എന്തൊക്കെ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നത് അവർക്ക് മാത്രമാണ്. വേറെ ആർക്കും അറിയത്തില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്ററിനും അറിയത്തില്ല, അല്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഇത് ഇവർ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇനി അതുകൂടാതെ അത് അവർക്ക് സൗകര്യം പോലെ ഉപയോഗിക്കാം. ഒരു പെൻഡ്രൈവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ജസ്റ്റ് അതിനകത്തൊന്ന് അവിടെ ഒന്ന് കുത്തി അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ ആരും അറിയത്തില്ല. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇതിൻ്റെ ഒരു സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് വിചാരിക്കത്തുള്ളൂ. കാരണം പകുതി ആൾക്കാരും കണ്ണടച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നടക്കുന്നതൊന്നും അറിയത്തില്ല. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് കണക്കാക്കേണ്ടതാണ്. അതിനകത്ത് ആത്മാർത്ഥതയോടെ ചെയ്യുന്നവരുണ്ട്. വീഡിയോ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ TV സ്ക്രീനിൻ്റെ മുൻപിലിരിക്കുമ്പോഴൊക്കെ കൈപൊക്കി മെസ്സേജ് പറയുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന എത്രയോ യുവതലമുറകളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ചില പുഴുക്കുത്തുകൾ ഇതിനകത്ത് നുഴഞ്ഞു കയറി ഇരിപ്പുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾക്ക് വിസ്മരിക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം അത് എല്ലായിടത്തും ഉണ്ടെന്നേ. അത് നമ്മുടെ ഇതിനകത്ത് മാത്രമല്ല, എന്തിനേറെ പറയുന്ന പണ്ട് കേട്ട ഒരു സംഭവമാണ്. എന്താണെന്നറിയാമോ, ഒരു കല്യാണ വീട്ടിൽ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് വിളിച്ചതാണ്. ആരെ വിളിച്ചു? വീഡിയോഗ്രാഫറെയൊക്കെ വിളിച്ചതാണ്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെണ്ണിൻ്റെ വീട്ടുകാരും അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാരായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ഇവരെന്തിനാണ് വിളിച്ചിരിക്കുന്നത്? തങ്ങളുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കല്യാണമാണ്. അതിനകത്ത് അവർ വേണം മെയിനായിട്ടും ഫോക്കസ് ചെയ്യപ്പെടേണ്ടത്. കല്യാണ പെണ്ണും ചെറുക്കനും വേണം ഫോക്കസ് ചെയ്യപ്പെടേണ്ടത്. പിന്നെ അവരുടെ ബന്ധുക്കളെയൊക്കെ ഒന്നും ഫോക്കസ് ചെയ്യുന്നതിൽ തെറ്റില്ല. എന്നാൽ ഒരു കല്യാണത്തിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചതെന്നറിയാമോ? കല്യാണത്തിൻ്റെ ആൽബവും CD ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെണ്ണും ചെറുക്കനും വളരെ കുറച്ചേ ഉള്ളൂ, അതുപോലെ ബന്ധുക്കളും ഒക്കെ കുറച്ചേ ഉള്ളൂ. ഒരു പുള്ളിക്കാരത്തിനെ മാത്രം ഇങ്ങനെ ഒരു പെങ്കൊച്ചെന്ന് പറഞ്ഞാൽ ഒരു കൗമാരക്കാരത്തി അല്ലെങ്കിൽ ഒരു യൗവനക്കാരത്തിനെ മാത്രം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം പെണ്ണിൻ്റെ അപ്പൻ ചെന്നിട്ട് ഇവനോട് ചോദിച്ചു, അതായത് ഈ ക്യാമറാമാനോട്, വീഡിയോഗ്രാഫറോട് ചോദിച്ചു, നീ എന്ത് പരിപാടിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? നിനക്ക് ഞാൻ പൈസ തന്ന് ഞാനിവിടെ നിർത്തിയത് നിനക്ക് കണ്ണിന് ഇമ്പം തോന്നുന്നതിനെ പിടിക്കാനല്ല, ഞാൻ എൻ്റെ മകളെയും മകനെയും അവരുടെ കല്യാണമാണ്, അവരെ പിടിക്കാനാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് നീ എന്ത് പരിപാടിയാണ് ചെയ്ത് കാണിച്ചതെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്ന ഒരു ചരിത്രമൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്.
അപ്പോൾ ഓർക്കുക, എന്താണ് ഈ പുള്ളിക്ക് കണ്ണിന് ഇമ്പമുള്ളിടത്തോട്ട് പുള്ളി എന്ത് തിരിച്ചു? ക്യാമറയുടെ ഫോക്കസ് അങ്ങോട്ട് തിരിച്ചു വെച്ചു. പകരം പെടേണ്ടവർ അതിനകത്ത് പെട്ടില്ല എന്ന് നമ്മൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇനി അതവിടെ നിൽക്കട്ടെ, ഒരു സംഭവം, ഒരു കഥ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എങ്ങോട്ടാണ് വരുന്നത്? ആത്മീയ ഗോളത്തിനകത്തോട്ട്. നമ്മൾക്കറിയാം, ഇന്ന് എന്താ പറയുക, സോഷ്യൽ മീഡിയകളിലൂടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുണ്ട്, സത്യമാണ്. പക്ഷേ നമ്മൾക്ക് എന്താണ് അതിനകത്തോട്ട് വിടേണ്ടത്? വിടാൻ നമ്മൾക്ക് ഒരു ചർച്ചിനകത്ത് ഒരെണ്ണം ഓക്കെ, ഒരു ക്യാമറയോ ഓക്കെ, ഇനി അല്ലെങ്കിൽ പോട്ടപ്പ 2 ക്യാമറയോ ഓക്കെ. ഇത് എത്രയെണ്ണ? നമ്മളുടെ ചർച്ചിൻ്റെ വെളിയിലും അകത്തുമെല്ലാം CCTV ഒരു ഭാഗത്തുണ്ട്. ഇനി അതുകൂടാതെ എന്താണ്, ക്യാമറാമാൻ അവിടെ ഇവിടെ മുൻപിൽ പുറകിൽ ഒക്കെ പല സ്ഥലത്തൂടെ ഇവരിങ്ങനെ ഓടി 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 നടക്കുകയാണ്. ഇതെന്താ വല്ല മാഫിയകളുടെ സമ്മേളനമല്ലാണ് നടക്കണേ? അല്ല, ആരാധനയാണ്. അപ്പോൾ ഇവന്മാർക്ക് ആരാധിക്കണ്ടേ? ഇവന്മാർക്കും ആരാധിക്കണം, പക്ഷെ പറ്റണില്ല. ഇവർ മുഴുവൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടുക്കേണ്ടതാണ്. നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അവർ ക്ഷമിക്കുക, അവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 1 2 ഒക്കെ ഇതിനകത്തുണ്ടെന്നേ. എന്നിട്ട് ഈ TV സ്ക്രീനിൻ്റെ മുൻപിൽ ഇരുന്നിട്ട് ഇവർക്ക് ആവശ്യമുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന ടീമുകളും ഇതിനകത്തുണ്ട്. ഇത് കണ്ട അപ്പച്ചനാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയത്തെ ഒന്ന് എടുത്തിടുവാനായിട്ട് ഇടയായത്. ഇനി ഇത് ഞാൻ ഏതെങ്കിലും ഒരു സഭയോ ഒരു ആൾക്കാരെയോ ഒന്നും അല്ല ഫോക്കസ് ചെയ്യുന്നത്, അത് വേറൊരു സഭയുടെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ അതിനകത്ത് അപ്പച്ചൻ കണ്ട കാര്യം എന്നോടൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് സത്യം തന്നെയല്ലേ? സംഭവം സത്യം തന്നെയാണ്. കാരണം എന്താണ്, നമ്മൾക്കറിയാം, ചില കൺവെൻഷൻ്റെയൊക്കെ വീഡിയോകൾ നമ്മൾ കുറേ കഴിഞ്ഞ് യൂട്യൂബിലൂടെയൊക്കെ കാണുമ്പോൾ ചിലരെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അല്ലെങ്കിൽ ചില എന്താ പറയുക, വർഷിപ്പിനകത്ത് നിൽക്കുന്ന ചിലരെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്? അത് പിടിച്ചവൻ്റെ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നവൻ്റെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടാണ് പോയത്. അതുകൊണ്ടാണ് എന്ത് വന്നിരിക്കുന്നത്, അവരെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ ജീവിതത്തിൽ വന്നത്. ഓർക്കുക, ഇവർക്കും എന്ത് വേണം? ആരാധിക്കണം, അല്ലേ? അപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, എപ്പോഴും വീഡിയോ പിടിച്ചുകൊണ്ടും TV സ്ക്രീനിൻ്റെ മുൻപിലും ഇരുന്നാൽ പോരാ. അതൊക്കെ മാറി 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 ചെയ്യട്ടെ. മാറി മാറി ചെയ്യുമ്പോഴെന്താണ്, ഇങ്ങനത്തെ വിഷയങ്ങൾ വരത്തില്ല. കാരണം വചനം എങ്ങോട്ട് കയറണം? വചനം ഹൃദയത്തിനകത്തോട്ട് കയറണം. അവിടെ ദേവദാസന്മാർ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ തൊണ്ട കീറി അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര ശബ്ദത്തിൽ അവർ പ്രസംഗിക്കുന്നുണ്ടാകും. ഇത് ഇച്ചിരിയെങ്കിലും നമ്മളുടെയൊക്കെ ഹൃദയത്തിലോട്ട് അത് കയറി കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മാനസാന്തരം ഉണ്ടാകുന്നത്. ഇത് ഫോക്കസ് അങ്ങോട്ട് പോകാതെ ഫോക്കസ് മറ്റു പലയിടത്തോട്ടും പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ആത്മീയതയൊന്നും വ്യാപരിക്കത്തില്ല, അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വ്യാപരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. ഇത് ഇന്ന് ഒക്കെ നടക്കുന്നത് തന്നെയാണ്. കാരണം എന്താണ്? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. എന്താണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്? എന്താണ്? ഒരു മനുഷ്യൻ മീൻ പിടിക്കാൻ വലയെറിഞ്ഞ വലയോട് സദൃശ്യം. അതിനകത്ത് എന്താണ്? ഒത്തിരി മീൻ വന്ന് കയറിയിട്ടുണ്ടെന്നേ. നല്ലതുകൊണ്ട് ചീത്തയുമുണ്ട്. അവസാനം എന്ത് ചെയ്യും? നല്ലതിനെ പാത്രത്തിൽ ശേഖരിക്കും, ബാക്കിയുള്ളതിനെ എറിഞ്ഞു കളയും. ഇങ്ങനെ ഇന്ന് സഭയ്ക്കകത്ത് എന്താണ്? സഭയ്ക്കകത്ത് ആത്മീയനുമുണ്ട്, അനാത്മീയനുമുണ്ട്. എല്ലാ വിധത്തിലുള്ളതും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇവർ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, ഇവർക്ക് ഏറ്റവും പുറകിലൊക്കെ ആയിരിക്കും സ്ഥാനം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ ഇവർക്ക് കിട്ടാത്തടത്തായിരിക്കും ഈ TV സ്ക്രീനിൻ്റെ മുന്നിൽ ഇരിക്കുന്നത് കേട്ടോ. ഇനി വീഡിയോ പിടിക്കുന്നവർ മൊത്തത്തിൽ ചിലപ്പം എല്ലാവരെയും കൂടി ഒന്നിച്ചങ്ങ് അവർ കവർ ചെയ്ത് പോകുന്നുണ്ടാകും. എന്നാൽ ഈ TV സ്ക്രീനിൽ ഇരിക്കുന്നവൻ്റെ കണ്ണ് എവിടെയാണ് ഉടക്കിയിരിക്കുന്നതെന്നും അത് അവന് മാത്രമേ അറിയത്തുള്ളൂ. അവനും അറിയാം, പിന്നെ ആർക്കറിയാം? ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ദൈവത്തിൻ്റെ കണ്ണെന്ന് പറയുന്നത് അടഞ്ഞിരിക്കത്തില്ലല്ലേ? ദൈവത്തിൻ്റെ കണ്ണ് അത് നോക്കി തന്നെ ഇരിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ള ടീമുകളും ഉണ്ടെന്നേ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആപ്പച്ചൻ എന്നോട് പറഞ്ഞത്, വല്ലവൻ്റെയും ഭാര്യയും വല്ലവൻ്റെയും മക്കളെയൊക്കെ ആയിരിക്കും ഇവൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. സംഭവം സത്യമാണല്ലേ? നമ്മൾ അറിയുന്നില്ലെന്നേ. നമ്മൾ ചിലപ്പോൾ ആരാധനയുടെ ഇടയ്ക്ക് നമ്മൾ ആരാധിക്കും, ചിലപ്പോൾ ഷോളൊക്കെ താഴോട്ട് വീണ് പോയെന്നിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയെന്നിരിക്കും. അങ്ങോട്ടൊക്കെ വല്ല ഫോക്കസും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ലെന്നേ. എന്നാൽ ഉടയവൻ അത് കാണുന്നുണ്ട് കേട്ടോ. ദൈവം കാണുന്നുണ്ട്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. ദൈവം കാണുന്നുണ്ടല്ലേ? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കും. നമ്മളെ അല്ലെങ്കിൽ നമ്മളുടെ തലമുറകളെയൊക്കെ വേറെ വല്ലവനും ഏതെങ്കിലുമൊക്കെ കണ്ണിലൂടെ കണ്ടു കഴിയുമ്പോൾ നമ്മൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ട്, നമ്മൾക്ക് എന്തൊരു വിഷമം വരും. ഇതുപോലെ തന്നെ നമ്മളുടെ സ്വർഗീയ പിതാവിനും, അല്ലേ, നമ്മളുടെ ദൈവത്തിനും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ മക്കൾ സഭയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ വേറെ രീതിയിൽ ഫോക്കസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും ദൈവം ക്ഷമിക്കുന്ന കാര്യമൊന്നും അല്ല. അതുകൊണ്ട് മാനസാന്തരപ്പെടേണ്ടതൊക്കെ മാനസാന്തരപ്പെടട്ടെ. ഒപ്പം എന്താണ്, നമ്മളും അതിനകത്തൊരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഈ ഒരുപാട് ക്യാമറകളുടെ ആവശ്യമൊന്നുമില്ല, അല്ലേ? പുറത്തോട്ട് ആൾക്കാർക്ക് കാണിക്കാം. നമ്മൾക്ക് എന്താ പറയുക, വർഷിപ്പിലുള്ളവരെയും കാണിക്കണം, എല്ലാവരെയും ഒന്ന് കാണിക്കണം. എന്ന് വെച്ചാൽ ദൂരങ്ങളിൽ ഇരിക്കുന്നവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ കാണാനൊക്കെ പറ്റുന്നൊരു അവസരവും കൂടിയാണ്. പക്ഷേ
ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാം അതിനകത്ത് കൂടിയിരിക്കുന്നതെല്ലാം ആത്മീയരാണോ എന്ന് നമ്മളൊന്ന് നോക്കേണ്ടതാണ്. ഒന്നോ രണ്ടെണ്ണത്തിന് സ്ഥിരം ഇത് ഏൽപ്പിക്കാതെ മാറി 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 ആ ഒരു മിനിസ്ട്രി ഏൽപ്പിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്നറിയാമോ, ഇന്ന് അവൻ വീഡിയോ പിടിക്കുമ്പോൾ നാളെ അവന് വചനം കേൾക്കാനുള്ള ഒരു അവസരം കൂടെ നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇനി ഒന്നും വേണ്ട, ഫാസ്റ്റിംഗ് പ്രെയറിൻ്റെ സമയത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ആരാധിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല, അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കത്തില്ല. അവൻ ഇതിനൊക്കെ ഇങ്ങനെ അഡിക്റ്റായി പോകും. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പറഞ്ഞിരുന്നു അല്ലേ, ഒരു കുടുംബത്തിൻ്റെ ഒരു ചരിത്രം പുറത്തോട്ട് വന്നതാണ്. അപ്പോൾ ഈ മകൻ എന്താണെന്ന് വെച്ചാൽ ഇവനും ഇതുപോലെ ഒരു വലിയ വീഡിയോ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്നതാണ്. എവിടെയാണ്, വേറെ ഒരു TV ചാനലിനകത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് ഇവൻ എന്താ സംഭവിച്ചതെന്നറിയാമോ, ഇവൻ വേറൊരു വീട്ടിലൊരു ആൻറ്റീനെ കുറച്ച് പൈസയുടെ ആവശ്യത്തിന് വേണ്ടി വിളിച്ചിട്ട് ആ പുള്ളിക്കാരത്തിനെ എന്താ പറയുക, വീഡിയോ കോൾ ചെയ്തിട്ട് മോശമായിട്ട് ആ പുള്ളിക്കാരത്തോട് സംസാരിച്ചതിൻ്റെ പേരിൽ ഇവനെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇവനെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസൊക്കെ ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓർക്ക് ഇവനും എവിടെയാണ് ഇരുന്നത്, ഇവനും മീഡിയക്കകത്താണ് ഇരുന്നത്. ഓർക്കുക, ഇത് മാനസാന്തരം വരാത്തതിനെ കയറ്റി ഇരുത്തിയത് കൊണ്ടല്ല. പിന്നെ നമ്മൾക്കറിയാം ഇന്ന് എന്താണ്, സഭകളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ 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 സ്ഥാനങ്ങൾ വഹിക്കുന്നവർക്ക് അങ്ങ് വലിയ വിചാരമാണ്. ഇവർ പാസ്റ്ററായി കഴിഞ്ഞ് വലിയ ആൾ, അല്ലെങ്കിൽ അച്ഛനെ കഴിഞ്ഞ് വലിയ ആളാണെന്നാണ് ഇവരുടെ വിചാരം. ഇവർ അങ്ങനത്തെ കളിയെ കിടന്നുകൊണ്ട് കളിക്കുന്നത്, ഞങ്ങളാണ് ഇവരെ കഴിഞ്ഞ് വലിയ എല്ലാം നിയന്ത്രിക്കുന്നത്, ഞങ്ങളുടെ തലയിൽ കൂടിയാണ് സകലതും ഓടുന്നത് എന്നൊക്കെയുള്ള വലിയ അഹങ്കാര മനോഭാവത്തോടെ ഇരിക്കുന്ന കുറേ എണ്ണങ്ങളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് എന്താണെന്നറിയാമോ, ഒരെണ്ണത്തിനെയോ രണ്ടെണ്ണത്തിനെയോ തന്നെ ഇത് ഏൽപ്പിക്കാതെ കുറച്ച് പിള്ളേരെ കൂട്ടമായിട്ട് തന്നെ ഏൽപ്പിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ, ഇവർക്കുള്ള ആ ഒരു ചിന്താഗതിയും മാറിപ്പോകും. എല്ലാം ഞങ്ങളുടെ തലയിൽ കൂടി ഓടുന്നതെന്നുള്ള ചിന്താഗതി മാറി, ഞങ്ങളില്ലെങ്കിലും ഇത് നടക്കുമെന്നുള്ളൊരു ചിന്തയൊക്കെ ഇവന് വന്നു കഴിയുമ്പോൾ ഇവൻ അടങ്ങുക മാത്രമല്ല, പിന്നെ എന്താണ്, ഈ ഒരു സൺഡേ കുറച്ച് ഒരു ടീം നോക്കുമ്പോൾ അടുത്ത സൺഡേ അവരിരുന്ന് ആരാധിക്കുമ്പോൾ അടുത്ത ടീമിന് ഈ ഒരു മീഡിയയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ അവർക്ക് അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതും കൂടിയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. പിന്നെ എന്താണ്, ഇവരുടെ സീറ്റൊന്നും എങ്ങോട്ട് വിടരുത്, ഏറ്റവും പുറകിലോട്ടോ സൈഡിലോട്ടോ മൂലക്കോട്ടോ ഒന്നും വിടരുത്. ഏതെങ്കിലും ദൈവദാസന്മാരുടെ അല്ലെങ്കിൽ ചർച്ചിലെ മുതിർന്ന ആൾക്കാരുടെയൊക്കെ കണ്ണെത്തുന്നിടത്ത് ഏത് TV സ്ക്രീനും കൂടെ, ക്യാമറ മൊത്തത്തിൽ എല്ലായിടത്തൂടെ പോയിക്കൊണ്ടിരിക്കും, അത് വിട്, അതല്ല ഞാൻ പറഞ്ഞത്. TV സ്ക്രീനിൻ്റെ അടുത്ത് കണ്ണും നട്ടിരിക്കുമ്പോൾ ഇവന് എങ്ങോട്ടാണ്, ഇവൻ ആരെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും കൂടെ ഒന്ന് നോക്കുവാനുള്ള ഒരു സംവിധാനമൊക്കെ നമ്മൾ ഒരുക്കണം. കാരണം എന്താണെന്ന് പറയാം, എല്ലാം ആത്മീയരൊന്നും അല്ലെന്നേ, ആത്മീയരുമുണ്ട് ഇതിനകത്ത്, ആത്മീയരല്ലാത്തവരുമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അവിടെ നമ്മൾ പെടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇതുകൊണ്ടാണ് സഭകളിൽ മാന്യമായ വസ്ത്രം ധരിച്ചു വരണം എന്ന് പറയുന്നതിൻ്റെ കാരണം. അതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. എന്തിനാണെന്നേ, നമ്മളുടെ ശരീരഭാഗങ്ങൾ എല്ലാവർക്കും ഫോക്കസ് ചെയ്യാൻ വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇതിനകത്ത് ആത്മീയനുണ്ട് അനാത്മീയനുണ്ട്. എല്ലാം കണ്ണടച്ചിരുന്ന് കൈകൊട്ടി ആരാധിച്ചുകൊണ്ടിരിക്കുകയല്ല. ചിലത് അവിടെ ഇരുന്ന് സൂം ചെയ്യുന്നുണ്ടാകും. ഇനി ഇവരെ വിട്, ഞാൻ പറഞ്ഞ ഈ മീഡിയ ടീമിനെ വിട്. ഇനി അതല്ലാതെ ചിലപ്പോൾ ചില പടുകളവന്മാർ പോലും ഉണ്ടാകും. ഇങ്ങനെ കൊച്ചു പെമ്പിള്ളേരെ സൂം ചെയ്തിരിക്കുന്നവന്മാർ ഇതിനകത്തുണ്ടാകും. ഇത് വേറെ പുറത്തോട്ടൊന്നും പോകണ്ട, ഇതൊക്കെ സഭയ്ക്കകത്തൊക്കെ ഇങ്ങനത്തെ ടീമുകളൊക്കെ ഉണ്ട്. ഇത് കണ്ടവരൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കാര്യത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി എന്നും ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഡ്രസ്സിങ്ങിലും നമ്മളൊന്ന് മര്യാദ പാലിക്കേണ്ടത് ആവശ്യമാണ്. സഭകളിലൊക്കെ പോകുമ്പോൾ മാന്യമായ ഡ്രസ്സ് ധരിക്കുക, നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാതിരിക്കുക. ഇനി രണ്ടാമത്തത് എന്താണ്, ഇന്ന് വർഷിപ്പ് അല്ലേ, വർഷിപ്പിനകത്ത് നമ്മളുടെ കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെ വർഷിപ്പിനായിട്ട് ചിലരെ വിളിക്കും. എന്നിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ, നല്ല ശരീരമൊക്കെയുള്ള പെണ്ണുങ്ങളൊക്കെ പുറകിൽ മുഴുവൻ പാസ്റ്റർമാരും നിരന്നിരിക്കുകയായിരിക്കും. എന്നിട്ട് ഇവളുമാർ സ്റ്റേജിൽ കയറി നിന്നോട് സ്പ്രിങ് തുള്ളുന്നത് പോലെ പൊക്കത്തിലോട്ടും താഴോട്ടും തുള്ളിക്കൊണ്ടിരിക്കും. പൊക്കത്തിലോട്ടും താഴോട്ടും ചാടിക്കൊണ്ടിരിക്കുകയാണ്. വൃത്തികേടാണ്, പറയാതിരിക്കാൻ വയ്യ, വൃത്തികേടാണ്, മഹാവൃത്തികേടാണ്. അപ്പോൾ പുറകിലിരിക്കുന്ന ആൾക്കാർ, ഫ്രണ്ടിലൊക്കെ നമ്മൾക്ക് ഷോളെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം, എന്നാൽ പുറകിലിരിക്കുന്ന ദേവദാസന്മാരുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കും. അവരെങ്ങോട്ടാണ് നോക്കേണ്ടത്? അതും കൂടെ നമ്മളൊന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഓർക്കുക, ഈ തുള്ളുന്നതും ചാടുന്നതും വരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം വന്നു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നിന്നെടുത്ത് നിന്നൊക്കെ തുള്ളിയൊക്കെ പോകും. പക്ഷേ ഓർക്കുക, ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും കൂടി ആത്മാവാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. വലിയ പെണ്ണുങ്ങളൊക്കെ കയറി നിന്നിട്ട്, സ്റ്റേജിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട്, കൺവെൻഷനുകൾക്കൊക്കെ കയറി നിന്നിട്ട് ഇങ്ങനെ സ്പ്രിങ് തുള്ളുന്നത് പോലെ പൊക്കത്തിലോട്ടും താഴോട്ടും ചാടുന്നതൊക്കെ വൃത്തികേടാണ്, മഹാവൃത്തികേടാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് പുറകിലിരിക്കുന്ന ദൈവദാസന്മാർക്കും അരോചകമാണ്, മുന്നിലിരിക്കുന്ന വിശ്വാസികൾക്കും അരോചകമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. പിന്നെ എന്താണ്, എല്ലാവരും ആത്മീയരല്ല, എല്ലാവരും കണ്ണടച്ച് കയ്യും കൂപ്പി ഇരിക്കുന്നവരല്ല. അത് പാസ്റ്റർമാരുടെ കൂട്ടത്തിലാണെങ്കിലും വിശ്വാസികളുടെ കൂട്ടത്തിലാണെങ്കിലും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക.
സൂക്ഷിച്ചാൽ നമ്മൾക്ക് കൊള്ളാം, അത്രയേ ഉള്ളൂ. അല്ലാത്തതിനെയൊക്കെ ദൈവം കൈകാര്യം ചെയ്യേണ്ടടുത്ത് കൈകാര്യം ചെയ്തോളും. എന്നാലും നമ്മളും കൂടി ഒന്ന് കരുതിയിരിക്കുക. നമ്മളുടെ ശരീരം അല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ, നമ്മളുടെ തലമുറകളെയൊക്കെ മറ്റൊരാൾക്ക് എന്താ പറയുക, അവർക്ക് അവരുടെ മുൻപിൽ ഫോക്കസ് ചെയ്യുവാൻ വിട്ടുകൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത് നമ്മളും കൂടി ഒന്ന് തീരുമാനിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.